ഹലോ, ഞാനൊരു സമ്മർ ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് അത് തയ്ക്കാൻ പോകുന്നത്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. യൂട്യൂബിൽ ചേച്ചിമാരും അനിയത്തിമാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ മുതിരുന്നത്. ഞാൻ ഷോൾഡർ 7 ഇഞ്ചും ആം ഹോളിൻ്റെ ഇവിടെ 7 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് 9 മതി. 9.5 ഇഞ്ച് ഞാൻ എടുത്തു. കാരണം ചൂടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ലൂസിൽ കിടന്നോട്ടെ എന്ന് കരുതി. പിന്നെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും. അത് കഴിഞ്ഞ് കേർവിങ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ആം ഹോൾ വരച്ചെടുത്തു. കുഴിച്ച് വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിയിട്ട് അതും കൂടി വരച്ചു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ നെക്കിന് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 4.5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തിയത്. അതും ഞാൻ കേർവിങ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. ഇത് ഞാനൊരു ഫ്രോക്ക് മോഡലാണ്, സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് മോഡലിൽ തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുകളിലെ ഭാഗം ഒരു 16 ഇഞ്ചിലാണ് വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 8 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അത് ഞാനങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങ് വെട്ടി. മുൻപും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോ ആക്കുന്നതും. ഇതെല്ലാം വെട്ടി മാറ്റി വയ്ക്കാൻ പോവാണ്. നമ്മളൊക്കെ വെട്ടി ബാക്ക് നെക്ക് വെട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കിലെ പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ നെക്കും വെട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് കുഴിച്ച് വെട്ടണതിൻ്റെ അവിടെ ഞാൻ വെട്ടി. അത് വെട്ടിയപ്പോൾ ആദ്യത്തെ ഒരു പീസ് മാത്രമേ വെട്ടിയുള്ളൂ. അത് ഞാൻ വീണ്ടും വെട്ടാണ്. അത് വെട്ടി മാറ്റിയതിന് ശേഷം നമ്മളതൊക്കെ മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള ഭാഗം എടുത്തു. ഞാനിതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു 46 ഇഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി. ചെറിയൊരു ഷേപ്പും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അറ്റത്ത്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വെട്ടി. ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് തന്നെ അധികം പ്ലീറ്റ് കിട്ടില്ല. അത് അടുത്തത് നമ്മൾ കൈയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. കൈക്ക് കുറച്ച് തയ്യൽ തുമ്പ് കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളവിടെ 9.5 ഇഞ്ച് എടുത്തു. പിന്നെ 3 ഇഞ്ച് കുറച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പ് കൂടി 7 ഇഞ്ചാണ് എടുത്തത്. പിന്നെ താഴത്തെ ഭാഗം ഞാൻ കൈയുടെ ഭാഗം 6 ഇഞ്ചാണ് കൊടുത്തത്. അതങ്ങനെ യോജിപ്പിച്ചു. പിന്നെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കൈ വെട്ടുന്നതിൻ്റെ ഒരു ഷേപ്പ്, അതിന് വേണ്ടിയിട്ട് അവിടെ മിഡിൽ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ട് ഒരു ചെറിയ എസ് ഷേപ്പിൽ അത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് തയ്യൽ തുമ്പ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതും നമ്മൾ വെട്ടി. ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് ഞാൻ വീട്ടിലിടുന്നതായതുകൊണ്ട് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. അത് പിന്നെ മടക്കിയും കൂടി അടിക്കുന്നുണ്ട്. അത് കൂടുതലുള്ള വെട്ടിക്കളഞ്ഞു. ചെറിയ ചെറിയ വെട്ടൊക്കെ കൊടുത്ത് മടക്കി തയ്ച്ചു. അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗം കൂടി അറ്റാച്ച് ചെയ്യാണ്. താഴ്ഭാഗം മുകൾ ഭാഗം കൂടി അറ്റാച്ച് ചെയ്യാണ്.
ചെറിയ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രില്ല് ഉപയോഗിച്ചത്. അത് അധികം കിട്ടിയില്ല, ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് കിട്ടിയത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി യോജിപ്പിച്ചു. രണ്ടും കൂടി യോജിപ്പിച്ചതിന് ശേഷം യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുത്തത്. ഷോൾഡറൊക്കെ ഞാൻ ജോയിൻ ചെയ്യണം, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ കാണിക്കുന്നതാണ്. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അടിച്ചു, ഷേപ്പൊക്കെ അടിച്ച് ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്.